ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ഗർഭിണിയാക്കി. വിവാഹിതനായ 26-കാരൻ പിടിയിൽ. തിരുവനന്തപുരം കഴക്കൂട്ടം മൺവിള പൂവാലിയിൽ വീട്ടിൽ അനൂജിനെയാണ് തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് പീഡനത്തിനിരയായ യുവതിയെ അനൂജിനെതിരെ പരാതി നൽകിയത്. വിദേശത്തായിരുന്ന പ്രതിയുടെ വിവാഹം കുറച്ചുനാൾ മുമ്പ് നടന്നിരുന്നു. ഇത് മറച്ചുവെച്ചാണ് അനൂജ് പരാതിക്കാരിയായ യുവതിയുമായി അടുത്തതും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതും. പെൺകുട്ടി വിവാഹകാര്യം പറഞ്ഞതോടെ അനൂജ് ഒഴിഞ്ഞു മാറിയതോടെ പരാതി നൽകുകയായിരുന്നു. 2.5 വയസ്സുകാരിയെ അമ്മയുടെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അമ്മയും 19-കാരനായ കാമുകനും അറസ്റ്റിൽ. 30-കാരിയായ അമ്മയുടെ മുന്നിൽ വെച്ചാണ് കുട്ടിയെ 19-കാരനായ കാമുകൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. പീഡനത്തെ തുടർന്ന് കുട്ടിയെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് അതിദാരുണമായ ക്രൂരത നടന്നത്. ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നും ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നും ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പോക്സോ പ്രകാരം അമ്മയ്ക്കും കാമുകനുമെതിരെ പോലീസ് കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കലഞ്ഞൂരിലെ ആസിഡ് ആക്രമണം. പ്രതി അറസ്റ്റിൽ. കൊടുമൺ ഐക്കാട് സ്വദേശി ലിതിനിലെയാണ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയാണ് കലഞ്ഞൂർ സ്വദേശി അനൂപ് കുമാറിന് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായത്. ലിതിൻ ലാലിന്റെ ഭാര്യയുമായി അനൂപിന് അടുത്ത സൗഹൃദം ഉണ്ടെന്ന സംശയത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. കലഞ്ഞൂർ ജംഗ്ഷനിൽ നിന്ന് ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ മുഖം മറച്ച ആൾ ചാടി വീണ് ആസിഡ് ഒഴിക്കുകയായിരുന്നു. ആലപ്പുഴ പൂച്ചാക്കലിൽ സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായി. 15-കാരി സൂര്യ അനിൽകുമാർ, 16-കാരി ശിവകാമി എന്നിവരെയാണ് ദിശ കാരുണ്യ കേന്ദ്രം ഗേൾസ് ഹോം എന്ന ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കാണാതായത്. 2 പേരും പുലർച്ചെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കാഞ്ഞിരക്കൊല്ലിയിൽ മഴ സമയത്ത് ബൈക്കിലെത്തിയ 2-അംഗ സംഘം യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊന്നു. മടത്തേടത്ത് വീട്ടിൽ നിതീഷ് ബാബുവിനെയാണ് കൊലപ്പെടുത്തിയത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച പകൽ 12 മണിക്കാണ് സംഭവം നടന്നത്. ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാൻ ചെന്ന ഭാര്യ ശ്രുതിയുടെ കയ്യിൽ വെട്ടേറ്റു. ഇവർ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയുടെ പിൻഭാഗത്ത് കത്തി കൊണ്ട് വെട്ടിയതാണ് നിതീഷിന്റെ മരണകാരണം. കൊല്ലപ്പണിക്കാരനായ നിതീഷ് ആലയിൽ പണി തീർത്തു വെച്ച കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നാണ് വിവരം. കൊല നടത്തിയ ശേഷം പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. രണ്ടാഴ്ച മുമ്പ് കാണാതായ മലയാളിയെ സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം കരിപ്പുഴ സ്വദേശി നൌഷാദ് സുലൈമാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നൌഷാദിന്റെ സുഹൃത്തുക്കളായ 3 പേർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് വാർത്തയുണ്ടായിരുന്നു. സുലൈമാനും ഇക്കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടാവാം എന്ന ധാരണയിൽ സാമൂഹിക പ്രവർത്തകർ അന്വേഷണം നടത്തിയിരുന്നു. നൌഷാദ് താമസിക്കുന്ന മുറിയിൽ നിന്ന് ഒരു രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടുന്നതായി കെട്ടിടത്തിൽ താമസക്കാരായ മറ്റുള്ളവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ ജീർണിച്ച നിലയിൽ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു.